UDF അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് നമ്മൾ പിരിച്ചു വിടുക തന്നെ ചെയ്യുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി എന്നുള്ളതാണ്. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണിത്. വായ്പക്കാരിൽ മരിച്ചവരുടെയും വീടും വസ്തുവകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും എന്നുള്ളതാണ് തീരുമാനം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതാണ്. നമുക്കറിയാം, ബാങ്കുകൾ അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അതൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണം, ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് ഈ ദുരന്തത്തെ അതിജീവിച്ചവരെ എന്നത്. ഇപ്പോൾ കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം, അതിന്റെ വിവരങ്ങൾ. അർജുന, തീർച്ചയായും മുഖ്യമന്ത്രി തന്നെ സമാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ബാങ്കുകളോട് മറ്റ് ധനകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളോടൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരെ ഇത്തരം EMI-യും എന്നൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ സമാധാനം കളയരുത്, അവർക്കൊപ്പം നിൽക്കേണ്ട സമയമാണെന്നതടക്കം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് മാതൃകാപരമായ ഒരു നടപടി എന്നോണം കേരള ബാങ്ക് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ചൂരൽമല ശാഖയിലെ വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളും എന്നുള്ളതാണ് തീരുമാനം ആയി അറിയിച്ചിരിക്കുന്നത്. കേരള ബാങ്കിന്റെ ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം ബാങ്ക് ഭരണസമിതി അറിയിക്കുകയും ചെയ്യുന്നു. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു നേരത്തെ തന്നെ. കൂടാതെ ബാങ്കിലെ ജീവനക്കാർ കേരള